നമസ്കാരം, വണക്കം. നിങ്ങളുടെ സ്വന്തം പാലക്കാട്. എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇത് ഞായറാഴ്ച കാരണം കൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങോട്ട് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയ കാർ എടുത്ത ശേഷം വന്നിട്ട് അവിടെയും വെളിയിൽ പോയിട്ടില്ല. ചെന്നൈയിലിട്ടാ നമ്മുടെ നാടൊക്കെത്തി. അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മഹാബലിപുരം പോകാനാണ് പ്ലാന്. അപ്പോൾ എൻ്റെ ചെറുത് വന്നിട്ട് ബ്ലൂ ഫ്ലാഗ് ബീച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വാശി. അപ്പോൾ കോവളം ബീച്ചിൻ്റെ അടുത്തുള്ളതാണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച് പറയുന്നത്. ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മുടെ ഈ കടലില്ലേ, ഈ കടലിൻ്റെ ബാക്ക് വാട്ടർ ഇവിടെയുണ്ട്. കണ്ട ഈ ബാക്ക് വാട്ടർ വന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ വരുന്ന സമയത്ത് ഇതിൽ മുഴുവൻ ആൾക്കാരായിരുന്നു. ഓക്കെ, ചാടി മറിഞ്ഞ് കളിച്ച് നമ്മൾ എൻജോയ് ചെയ്യണമാതിരിയായിരുന്നു ഇവിടെ. ഇപ്പോൾ വന്ന് അലോ ചെയ്യുന്നില്ല. അപ്പോൾ കാണുന്ന ഈ ബ്രിഡ്ജ് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ കാണണമെന്നറിയില്ല. ആ കാണുന്ന ബ്രിഡ്ജാണ് മുട്ടുക്കാട് ബോട്ട് ഹൗസിങ് പറയും. അതിൻ്റെ അപ്പുറത്താണ് മുട്ടുക്കാട് ബോട്ട് ഹൗസിങ്. ഫസ്റ്റൊക്കെ നോക്കുമ്പോൾ ഇതിൽ നല്ല രസമാണ് കളിക്കാൻ. ഇതിലെല്ലാം ആൾക്കാരൊക്കെ നമ്മൾ ഇറങ്ങി, മൊത്തം ആൾക്കാരും ജനങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. കുട്ടികളടക്കം ഇറങ്ങി കളിക്കുന്നതാണ്. ഇപ്പോൾ എന്ന് നടന്നതെന്ന് അറിയില്ല. അവിടെ ബോർഡ് ഇട്ടു, കണ്ടീഷൻ അപ്ലൈ അങ്ങനെ എന്തൊക്കെയോ ബോർഡ് ഇട്ടിട്ടുണ്ട്, ഉള്ളിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ നന്നായി എൻജോയ് ചെയ്യാമായിരുന്നു. നമ്മുടെ ചാനൽ വന്നിട്ട് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ വന്നിട്ട് പറയാത്തതാണ്. എൻ്റെ പഴയ ചാനൽ JP Epicsൽ ഞാൻ വന്നിട്ട് ഇതൊന്നും പറയാത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യണവർ ചെയ്യട്ടെ, അതാണ് ജെന്യൂനായിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ പറയാറില്ല. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ മലയാളത്തിൻ്റെ നിറയെ വീഡിയോസൊക്കെ വന്നിട്ട് മിസ്സാവണോ. അപ്പോൾ ഇടണം പറഞ്ഞിട്ട് കൺഫ്യൂസ് ആയപ്പോഴാണ് പാലക്കാടൻ എന്നുള്ളൊരു ചാനൽ ഓപ്പൺ ചെയ്തത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യുമോ? ചെയ്യണട്ടോളെ. ഈ കോവളം ബീച്ചിൻ്റെ ഒരു സ്പെഷ്യൽ എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, കോവളം ബീച്ച് പറയുന്നത് അപ്പുറത്താണ് കേട്ടോ. നിങ്ങൾ ലൊക്കേഷനൊക്കെ കോവളം ബീച്ച് നിട്ട് പറഞ്ഞാൽ അപ്പുറത്ത് കൊണ്ടുപോകും. ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൻ്റെ ഒരു സ്പെഷ്യൽ എന്തെന്ന് വെച്ച് പറഞ്ഞാൽ നീറ്റായിട്ട് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറയുന്നത് വന്നിട്ട് ഒരു അംഗീകാരമാണ്. ഒരു ബീച്ച് പറഞ്ഞാൽ ഈ സേഫ്റ്റി എക്വിപ്മെൻറ്റ്സ് അതുമാതിരി വന്നിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. ഇതൊക്കെ വന്നിട്ട് എന്തൊക്കെയോ നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്നുള്ള ഒരു അംഗീകാരം കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച്. സോ നിങ്ങൾ ചെന്നൈക്ക് വന്നിട്ട് എവിടെയെങ്കിലും ഒരു ദിവസം ഒരു ട്രിപ്പ് അടിക്കണമെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ കോവളം ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്ലൂ ഫ്ലാഗ് ബീച്ചൊക്കെ ഉണ്ട്. ഒരു ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് പോവുക. അതേമാതിരി ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്ഥലം. അതുപോലെ പറയണമെന്ന് വെച്ച് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മെറീന ബീച്ച് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡ് ഉണ്ടാകും. ഇവിടെ ക്രൗഡൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ സീസൺ ടൈമിലൊക്കെ വന്നിട്ട് ആൾക്കാർ വരുമായിരിക്കും. എന്നാലും ഇവിടെ നമ്മൾ വന്നിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക ഫാമിലിയോടെ. ഇവിടെയൊക്കെ നല്ല പോലെ ഒരു ആഴമുള്ള പകുതിയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നീന്താനൊന്നും അറിയാത്തവർ, നീന്താൻ അറിഞ്ഞാലും ഈ നമ്മുടെ കടലിക്കൊന്നും വന്നിട്ട് എടുത്തു ചാടാൻ നിൽക്കണ്ട. അത്ര സേഫൊന്നുമില്ല. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണിത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെന്നൈക്ക് ഒരു ട്രിപ്പായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിറയെ കുട്ടികൾ വന്നിട്ട് എക്സാമൊക്കെ എഴുതാൻ വരും. അപ്പോൾ വന്നിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് വല്ല കാറിലോ ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ ഈ ECR റോഡ് മഹാബലിപുരം ആ റോഡ് വരയ്ക്കും വന്നിട്ട് ആദ്യമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു റോഡ്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് വരണം. നിറയെ സ്ഥലത്തിൽ ബാരിഗാർഡ്, പിന്നെ പോലീസ് ചെക്കിങ്, അതുമാതിരി വന്ന് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിനൊക്കെ വന്നിട്ട് 10,000 രൂപ സ്പോട്ട് പേയ്മെൻറ്റ്. നമ്മൾ എത്രത്തോളം കെയർഫുള്ളായിട്ട് മെല്ലെ വരണോ അത്രത്തോളം നമുക്ക് സേഫ്. അതുമാതിരി വന്നിട്ട് നൈറ്റ് ഡ്രൈവ് വന്നിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ബെസ്റ്റ്. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു 5-6 വർഷം മുൻപൊക്കെ നോക്കുന്ന സമയത്ത് ECR റോഡ് എന്ന് പറഞ്ഞാൽ അത്ര ഫ്രീ ആയിട്ടുണ്ടാവും. നമ്മൾ വന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ബൈക്ക് ഓട്ടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഭയങ്കര മോശമായി. സോ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർ ആര് വന്നാലും കുറച്ച് സേഫായിട്ട് ഡ്രൈവ് ചെയ്യും, എൻജോയ് ചെയ്യും. 5 വയസ്സിന് താഴെ വന്ന് ടിക്കറ്റില്ല. 7 വയസ്സിന് മേലുള്ള കുട്ടികൾ, പിന്നെ അഡൽട്ടൊക്കെ നോക്കുന്ന സമയത്ത് 30 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ്. ഫസ്റ്റ് 20 രൂപയായിരുന്നു ഫസ്റ്റ് അങ്ങനെ വരുമ്പോൾ. ഇപ്പോൾ 30 രൂപയാക്കി. അതേമാതിരി വന്നിട്ട് കാറിന് 50 രൂപ, ബൈക്കിന് വന്ന് 10 രൂപ. ഫാസ്റ്റ് കമ്മിയാണ്. നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, അത്രമാത്രം ആലോചിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, മേലെ മണ്ണൊക്കെ പോടണോ?
പിന്നെ വന്നിട്ട് ഇവിടെ ആ ഭാഗത്തൊക്കെ വന്നിട്ട് കുറച്ച് ചെറിയ ചെറിയ ടെൻറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ അതിന് ചോട്ടിലിരിക്കുക. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മുൻപേ വന്നിരിക്കുന്നവർ വന്നിട്ട് കാശ് കൊടുത്തിട്ട് പട്ട വാങ്ങി ഇരുന്നപ്പോൾ തന്നെ ഇരിക്കുക, എണിക്കുകയില്ല. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഡ്രസ്സിങ് റൂമുണ്ട്, റെസ്റ്റ് റൂമുണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ കുറച്ച് കടകളും ഉണ്ട് കേട്ടോ. ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമെന്ന് വെച്ച് പറഞ്ഞാൽ അവരുടെ റെസ്ക്യൂ ടീം അടുത്ത് തന്നെ ഉണ്ട്. സോ നമ്മൾ അവർക്ക് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ അവരുടെ റെസ്ക്യൂ ടീം വരും. അതുമാതിരി വന്നിട്ട് ഇവിടെ ടെൻറ്റ് ഉണ്ട്, അതുമാതിരി വന്ന് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, റെസ്റ്റ് റൂമുണ്ട്, ഡ്രസ്സിങ് റൂമുണ്ട്. പക്ഷേ ഡ്രസ്സിങ് റൂമിനും റെസ്റ്റ് റൂമിനൊക്കെ വന്നിട്ട് കാസ്റ്റാണ്, 20 റുപ്പീസ് 10 റുപ്പീസ് അങ്ങനെയൊക്കെ വരും. പിന്നെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ വന്നിട്ട് സ്നാക്സ് മാതിരി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചായ, കാപ്പി, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ മിൽക്ക് ഷേക്ക് അങ്ങനത്തുള്ള കാര്യങ്ങൾ, പിന്നെ സ്നാക്സ് ഐറ്റംസ്. ഇപ്പോൾ എന്തോ ബിരിയാണി നിന്നിട്ടുണ്ട്, പക്ഷേ അത് എത്രത്തോളം നന്നായിട്ടുണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ല. ഒരു നോർമലാണ് കേട്ടോ, ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും വരണ്ട. ഒരു നോർമൽ, നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്, ഒരു മാരേജ് ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ വരികയാണെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ, ഒരു 4 മണിക്കൂർ കൂടെ നന്നായി എൻജോയ് ചെയ്തിട്ട് കടലൊക്കെ കണ്ട് കടലിൽ കുളിച്ചിട്ട് സേഫായിട്ട് നമുക്ക് പോവാം. നടുവിലിരിക്കുന്ന സാധനമാണ് ഇട്ട് പ്രാന്താക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇല്ലെങ്കിൽ മഹാബലിപുരം പോകായിരുന്നു. അവിടെ പോയതാണെങ്കിൽ ഇനി നല്ല നല്ല കാര്യങ്ങൾ കാണിക്കായിരുന്നു, പറ്റിയില്ല. കാറ് നിർത്തിയിട്ട് വരുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ബ്രാക്കറ്റേ വന്നു. ഇവിടെ എങ്ങനെയാണ്ട് പോയി നിൽക്കുക, നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ വെയിലൊന്നും അറിയില്ല, നല്ല ഒരു ചിൽനെസ് ഉണ്ട്. ഇപ്പോഴാണ് കുറച്ചൊക്കെ ജനങ്ങളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അരിച്ചു വരുന്നത്. നല്ല രസമാണ് കേട്ടോ, പക്ഷേ നല്ല വൃത്തിയുള്ള ഒരു ബീച്ചാണ്. അതായില്ല. അപ്പം അവിടെ പോയി വെച്ച് പറഞ്ഞ് ഇവിടെ ആരാ നോക്കുക? അപ്പോ നന്നായിട്ടുണ്ടാ കൂടാ പറയുക വേണ്ട, ഏറിയ സാധനം പറഞ്ഞാലും പോരാ. അപ്പോൾ വഴിക്ക് വീഴും. നമ്മൾ വീട്ടിലൊക്കെ വന്ന് ചോറിനാ ഇരിക്കുന്ന മാതിരി ഇരിക്കും. ഇത്തം കണ്ടില്ലേ? എനിക്ക് അവിടെയാ കുളിക്കേണ്ടത്. അങ്ങ് പറഞ്ഞ എവിടെ? മലയാളത്തിൽ പറ. എവിടെ? അതിന്റെ പേരെന്താണ്? അശ്വത്ത്. നിന്റെ പേരല്ലാണ് പറ്റി. ആ സ്ഥലത്തിന്റെ പേരെന്താ പറ? എന്താ പറയാ? ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ എന്താ സ്ഥലത്തിന്റെ പേര് പറയാ? ബാക്ക് വാട്ടർ. കണ്ട ഈ ECR റോഡ്, അതേമാതിരി വന്നിട്ട് കോവളം, മഹാബലിപുരം ഈ ഭാഗത്തൊക്കെ നോക്കിയെന്ന് വെച്ചാൽ ഒരുപാട് റിസോർട്ട്സ് ഉണ്ടാവും. അതേമാതിരി വന്നിട്ട് നമ്മുടെ വെളിനാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ആൾക്കാരുണ്ടാകും. ഓൺലൈനിൽ വന്നിട്ട് ECR റോഡ് നിയറസ്റ്റ് റിസോർട്ട് എന്നൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഒരുപാട് റിസോർട്ട് കിട്ടും. പിന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മാതിരി നമ്മൾ സംസാരിച്ച് ബാർഗിൻ ചെയ്ത് റേറ്റ് കമ്മിയാക്കിയിട്ട് നമ്മൾ എടുക്കണം. എന്ത് തന്നെ നമ്മൾ വന്നിട്ട് തനിച്ച് ഒന്ന് പോകണം വരണം എന്നൊക്കെ ഒരു ആഗ്രഹിച്ചാലും ഇതുപോലെ കുറച്ച് ആൾക്കാരിനെ കാണുമ്പോഴാണ് കുറച്ച് സന്തോഷമായിരിക്കുന്നത് കാണാൻ. ഏകദേശം കുറച്ച് ക്രൗഡൊക്കെ വന്നു, കണ്ടില്ലേ? ഞായറാഴ്ചയാണ് കേട്ടോ. ഇത് ശനിയാഴ്ചയാണെങ്കിൽ ഇനിയും ഭയങ്കര ക്രൗഡ് ഉണ്ടാവും. മഴ വന്ന കാരണം കൊണ്ട് ഇത് കണ്ടില്ലേ, എല്ലാവരും പോകാൻ തുടങ്ങി. ഇല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തൊക്കെ കൊണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ കാണിക്കാൻ. മഴ വന്നപ്പോൾ എല്ലാവിടെയും ഒരു ടെൻറ്റിലും പോയി ആൾക്കാർ കണ്ടില്ലേ. ഞാൻ ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുക കാണിക്കട്ടെ. അവിടെ കാണിച്ചു തരാം. വലിയ സെറ്റപ്പൊന്നുമില്ല, ചെറിയൊരു സ്നാക്സ് ഷോപ്പ്, പിന്നെ ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ ടെൻറ്റ് പറയണത്. കണ്ട ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് വന്നിട്ട് റെസ്റ്റ് റൂം, ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഉള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു ലേ ഔട്ട് കേട്ടോ. എനിക്കറിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്നതൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ, നല്ല മഴ തുടങ്ങി. ഇവിടെ ഒരു
ക്വിക്ക് ബിറ്റ്സ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്നാക്സ് കട കേട്ടോ, ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കണില്ലേ. ഇവിടെയും കുഴപ്പമില്ലാത്ത സ്നാക്സും ചായയും കാപ്പിയും ജ്യൂസൊക്കെ കിട്ടും. ഇത് മഴ വന്ന കാരണമേ ഞാൻ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാൻ വിചാരിച്ചു, എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ചെറിയൊരു ബോട്ടിങ്, അവരൊക്കെ വന്ന് മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ചെറിയൊരു ബോട്ടിങ് കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ എന്താ വെച്ചാൽ ഈ മഴ വന്ന കാരണം കൊണ്ട് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ നമ്മൾ പിന്നെയും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ വന്നിട്ട് മഹാബലിപുരം റോഡ്, ECR റോഡ് കഴിഞ്ഞ് മഹാബലിപുരം റോഡ് പോകുന്ന സമയത്ത് കോവളം ബീച്ചിൻ്റെ മുൻഭാഗത്ത് തന്നെ ഒരു ലെഫ്റ്റ് കട്ടാവും. ഒരു ലെഫ്റ്റ് കട്ടാവും. ഇതിൽ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞ താജിൻ്റെ ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്. ആ സ്റ്റാർ ഹോട്ടലിൻ്റെ പിൻഭാഗത്താണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച് പറയുന്ന സാധനം. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ വരിക.